യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ നേതാവ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പേരൂർക്കട പോലീസ് സ്റ്റേഷന് മുന്നിൽ KPCC-യുടെ പ്രതിഷേധ ധർണയാണ് പോലീസിനുള്ള പൂർണ്ണമായ നിയന്ത്രണം സർക്കാരിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്ങനെ കൈയിട്ട് വാരണം എന്നതിനപ്പുറം തന്റെയും തന്റെ മകളുടെയും ഭാവി എങ്ങനെ സുരക്ഷിതമാക്കണം എന്നുള്ളതിനപ്പുറം കേരള ജനതയെ കുറിച്ച് അല്ലെങ്കിൽ ലാ ആൻഡ് ഓർഡറിനെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്ത ഒരു ആഭ്യന്തരമന്ത്രി. സത്യത്തിൽ സുജിത്ത് പോലീസിനെ സമീപിച്ചത് നിരപരാധികളായ കുറെ കോൺഗ്രസ് പ്രവർത്തകരെ സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. എന്തിനാരും പിടിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചേർന്ന സുജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും മദ്യപിച്ചു എന്നുള്ള കള്ളക്കേസ് ഉണ്ടാക്കി അദ്ദേഹത്തിന് അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ പരിശോധനയിൽ അദ്ദേഹം ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു. പിന്നീട് സുജിത്ത് നടത്തിയത് ദീർഘകാലം നീണ്ടുനിന്ന ഒരു നിയമ പോരാട്ടമായി. അദ്ദേഹം ആവശ്യപ്പെട്ടു, എനിക്കിതിൻ്റെ CD കിട്ടണം. പോലീസ് സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളൊക്കെ CD കിട്ടിയാൽ മാത്രമേ എനിക്ക് പുറം ലോകത്തിനെ അറിയിക്കാൻ കഴിയൂ. നിരപരാധിയായ എന്നെയാണ് പോലീസ് പിടിച്ചുകൊണ്ടുപോയത്, മർദ്ദിച്ചു. ഇത് കൊടുക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമവും പോലീസ് നടത്തി. മാത്രമല്ല പോലീസ് അതിന് കാരണം പറഞ്ഞത് സുജിത്തിനെ അവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ തൊട്ടടുത്തൊരു പോക്സോ കേസിൽ പ്രതിനെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അയാളുടെ ചിത്രം പതിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നത്. ഏതായാലും കോടതി പറഞ്ഞ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കിട്ടിയ CD ആണ് ഇന്ന് നമ്മൾ ചാനലിലൂടെയൊക്കെ കണ്ട കാഴ്ച എന്ന് പറയും. ഇവിടെ സംഭവിക്കുന്നത് എന്താ? സാധാരണ മന്ത്രിമാര് പറയാറുണ്ട് ഇതൊക്കെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞ സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല, സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നവരുടെ കുഴപ്പമാണ്. അപ്പൊ ആരാ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്? പിണറായി വിജയനാണ്. പിണറായിയാണ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം വലുതും ചെറുതുമായ 32 വകുപ്പുകളാണ് ഈ മുഖ്യമന്ത്രി കൈകാര്യം. അതിന്റെ ഫലം എന്ന് പറയുന്നത് ഈ ഒന്നിലും നോക്കാൻ നേരമില്ല. ഒന്ന് പൊതുഭരണവും ആഭ്യന്തരവും തന്നെ വലിയൊരു 2 പ്രധാന വകുപ്പുകളാണ്. ഇതിന് പുറമെയാണ് പരിസ്ഥിതി സംരക്ഷണം ഉൾപ്പെടെയുള്ള ചെറിയ വകുപ്പുകൾ. അപ്പോൾ വലുതും ചെറുതുമായി 32ഓളം വകുപ്പുകൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുമ്പോൾ ഒന്നിനോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പോലീസിൽ ഒരു ഉപജാപ സംഘം രൂപപ്പെട്ടിട്ടുണ്ട്. ആ ഉപജാപ സംഘം എന്ന് പറഞ്ഞാൽ കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, മനുഷ്യക്കടത്ത് തുടങ്ങിയ പല അധോലോക പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ ഒരു ഗുണ്ടാ സംഘം. അതിന് നേതൃത്വം നൽകുന്ന ആളാണ് DGP, അഡീഷണൽ DGP അജിത് കുമാർ. അദ്ദേഹമാണല്ലോ പൂരം കലക്കിയത്. പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിച്ച അദ്ദേഹമല്ലേ. അന്നുണ്ടാക്കിയ ധാരണ എന്തായിരുന്നു? അന്നത്തെ ധാരണയിൽ പറഞ്ഞത് ഒരു MP-യെ നിങ്ങൾ ഡൽഹിക്ക് അയച്ചു. അത് ഒസബോളയും ദത്താത്രേയ ഒസബോളയും അജിത് കുമാറായിട്ട് ഒരു ചർച്ച നടന്നു 2023 തൃശ്ശൂർ. ഒസബോള പറഞ്ഞു ഒരു MP-യെ നിങ്ങൾ ഡൽഹിക്ക് അയച്ചാൽ പകരം മുഖ്യമന്ത്രിയുടെ പേരിൽ എല്ലാ കേസും ഞങ്ങൾ പിൻവലിച്ചു തരാം. അങ്ങനെയാണ് തൃശ്ശൂരിൽ നടത്തിയ വൃത്തികെട്ട കളി ഉണ്ടായി. അതിനുശേഷം ബന്ധപ്പെട്ട് നിലനിൽക്കുക. അതുകൊണ്ടാണ് അജിത് കുമാറിനെ കുറിച്ച് ദീർഘകാലം ഭരണകക്ഷി MLA ആയിരുന്ന അൻവർ പറഞ്ഞത് ഇയാൾക്ക് എല്ലാ അധോലോകമായിട്ട് ബന്ധമുണ്ട്. ആ അജിത് കുമാർ ഇന്ന് പല കേസുകളിലും പെടുമ്പോൾ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഈ രഹസ്യധാരണയുടെ ഭാഗമായിട്ടാണ്. അതോടുകൂടെ ഒരു അധോലോകം രൂപം കൊണ്ടു. അതാണ് ചൊവ്വന്നൂരിൽ സംഭവിച്ചത്. എന്തിനാ ചൊവ്വന്നൂരേക്ക് പോകുന്നത്? ഈ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പേരുക്കട സ്റ്റേഷൻ തന്നെ ഉദാഹരണമല്ലേ. ഇന്നും ഉണ്ടല്ലോ പത്രത്തിൽ ആ ബിന്ദു എന്ന പാവപ്പെട്ട ഒരു ദളിത് യുവതിയെ ഒരു വീട്ടിൽ ജോലിക്കുന്നതാണ്. ജോലിക്കുന്ന വീട്ടുകാരെ കഷ്ടകാലത്തിന് വീട്ടിൽ ഒരാളെ ഉള്ളൂ, ഓമന എന്നുള്ള വീട്ടമ്മ. അവർക്കാണെങ്കിൽ ഓർമ്മ കുറവുണ്ട്. അങ്ങനെ ഒരു ദിവസം അവരുടെ ആഭരണങ്ങൾ എടുത്ത് കട്ടിലിന്റെ അടിയിൽ വെച്ചു. കുറെ കഴിഞ്ഞപ്പോൾ എവിടെ വെച്ചാൽ അവർ മറന്നുപോയി. പേരുക്കട സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു ആഭരണം കാണാനില്ല. പോലീസ് ആരൊക്കെയുണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ, കൂടെ ഒരു വേലക്കാരി ഉണ്ട്. അതാ വേലക്കാരി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു.
എത്ര മണിക്കൂറായി സ്റ്റേഷനിൽ അവരെ പിടിച്ചിരുത്തി? മാത്രമല്ല, കൊടിസുനിക്ക് മൊബൈൽ എത്തിച്ചു കൊടുക്കുന്ന പോലീസ് ബിന്ദു എന്ന പാവപ്പെട്ട ദളിത് സ്ത്രീ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ്. ആ സ്ത്രീക്ക് വീട്ടിൽ വിളിച്ചു പറയാനുള്ള മൊബൈൽ, അവരുടെ മൊബൈൽ പോലും അവർ കൊടുത്തില്ല, പിടിച്ചു വെച്ചു. ശേഷം സാധനം ദാഹിച്ചപ്പോ വെള്ളം ചോദിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ മിനറൽ വാട്ടർ കുടിക്കും. ആ സ്ത്രീയോട് പറഞ്ഞു ടോയ്ലറ്റിൽ ഒരു പൈപ്പ് ഇടാത്ത വെള്ളം എടുത്ത് കുടിച്ചോ. അവസാനം അപ്പോഴാണ് വീട്ടമ്മ തിരിച്ചു വിളിക്കുന്നത്, സോറി, എനിക്ക് ഓർമ്മക്കുറവിന്റെ അസുഖമുണ്ട്, ഞാനിപ്പോ നോക്കിയപ്പോ കട്ടിലിന്റെ അടിയിൽ നിന്ന് ആ ആഭരണം കിട്ടി. പോലീസ് എന്താ റെക്കോർഡ് ചെയ്തറിയോ? വീടിന്റെ തൊട്ട് പുറകിലുള്ള ആ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുള്ള കൂനയിൽ നിന്ന് സ്വർണ്ണാഭരണം കിട്ടി. ആ സ്ത്രീനെ എന്തുമാത്രം വിവസ്ത്രയാക്കി ആ സ്ത്രീനെ ഈ സ്റ്റേഷനിൽ വനിതാ പോലീസുകാരെ കൊണ്ട് പരിശോധിപ്പിക്കുകയാണ് വിവസ്ത്രയാക്കിയിട്ട്. അപ്പോ തീർക്കട നമ്മുടെ മുമ്പിലുള്ളപ്പോ ചൊവ്വന്നൂരേക്ക് മാത്രം പോകേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വഴിയുള്ള പാലം സ്റ്റേഷന്റെ അവസ്ഥ അതാ. ഈ ആൾക്കാരെ കാണുമ്പോ കൈ ധരിക്കുന്ന ചില വിദ്വാന്മാരുണ്ട്. അവരോട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഇങ്ങനെ കൈ ധരിക്കുന്ന ഒരുപാട് പ്രവർത്തകർ കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിയോട് പറയാനുള്ള ഒരു കാര്യം, ഈ 4 ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഇവിടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്, അവിടെ 4 പേരുടെ ഫോട്ടോ, 4 പേരെ അടിയന്തരമായിട്ട് അങ്ങ് പുറത്താക്കുക. പുറത്താക്കിയില്ലെങ്കിൽ സസ്പെൻഷൻ കൊണ്ടൊന്നും അവസാനിക്കാനൊന്നും പോണില്ല. എന്താണെങ്കിലും ഞങ്ങൾ 8 മാസം കഴിഞ്ഞ് വന്നാൽ അവരെ പുറത്താക്കും. അതിലും നല്ല നേരത്തെ പുറത്താക്കുന്നതല്ലേ. നേരത്തെ പുറത്താക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ട്, ഇത് വീണ്ടും ഇറങ്ങുമല്ലോ പുറത്ത് യൂണിഫോം ഇട്ട്. നമ്മുടെ പ്രവർത്തകരുടെ കൈ വെറുതെ ഇരിക്കില്ല, തല്ലി കാലൊടിക്കും. അതിന് റെക്കോർഡ് ചെയ്ത കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരത്തെ ക്യാമറക്കാരും വിളിച്ചും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരുപാട് കേസ് ഉണ്ട്, എൻ്റെ കൂട്ടം ഇതും കൂടെ കിടന്നോട്ടെ, ഇതിനാ കുറയ്ക്കാൻ നിൽക്കുന്നത്. ഒരു നല്ല കാര്യം പറഞ്ഞിട്ടാണല്ലോ കേസ് വരുന്നത്, അതായിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു അടിച്ച് കാലൊടി. കാരണം ഇമാര് തോന്നിയ ഇനി സഹിക്കാൻ കഴിയില്ല. എനിക്ക് വൃത്തിയോട് കാണിക്കും. ഒരു ദളിത് സ്ത്രീയോടുള്ള പെരുമാറ്റം, ഒരു ക്ഷേത്ര പൂജാരിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനോടുള്ള പെരുമാറ്റം, ഇതിനാണ് നിങ്ങളെവിടെ ഇരുത്തിയിട്ടുള്ളത്? ആ നിങ്ങളുടെ ജോലി ഗോവിന്ദസ്വാമി ചാരിയപ്പോ എവിടെയായിരുന്നു നിങ്ങളുടെ ശൗര്യമൊക്കെ? ചാരിപ്പോയില്ലേ സുഖമായിട്ട്? അതുപോലെ തന്നെയാണ് കൊടിസുനി 51 വെട്ടുവെട്ടി പാവം TV ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതിക്ക് കള്ളും കഞ്ചാവും മാത്രമല്ല, സഹോദരിമാരുടെ ഞാൻ കൂടുതൽ പറയുന്നില്ല, അതുപോലെ എത്തിച്ചു കൊടുക്കുന്ന എവിടെയായിരുന്നു ഇയാൾ ഈ പോലീസിൽ. ഇത്ര മാത്രം അതപ്പതിച്ചോ കേരള പോലീസ്? പിന്നെ മുഖ്യമന്ത്രിയുടെ ഈ കാര്യം പറയാം. ഇന്നലെ ഓണാഘോഷത്തിന്റെ സമാപനത്തിൽ ഗവർണർ അറിയാണ്ടൊരു സത്യം പുറത്തു. ഗവർണർ പറഞ്ഞു, മുഖ്യമന്ത്രി എന്റെ മൂത്ത സഹോദരൻ, അദ്ദേഹത്തിന്റെ കീഴിൽ കേരളം അടിവെച്ച് അഭിവൃദ്ധി പ്രാപിക്കും. നല്ല അടിവെച്ച് അഭിവൃദ്ധി, അടിവെച്ച് ശരിയാവും, അടിവെച്ച്. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഞങ്ങൾക്കറിയാം. പണ്ട് ചൊല്ലുണ്ടല്ലോ, സോദർ തമ്മിലുള്ള പോരല്ല. അപ്പൊ മൂത്ത ജ്യേഷ്ഠനും ഇളയ സഹോദരനും തമ്മിലുള്ള പോരല്ല. യൂണിവേഴ്സിറ്റി വിഷയത്തിലൊക്കെ ഞങ്ങൾ അല്പം തല്ലുകൂടും, എന്നാൽ അധികാരം പിണറായിക്ക് കൊടുക്കുന്ന കാര്യം വരുമ്പോ സഹായിച്ചു കൊടുക്കും. അതാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ടിയില്ല. ഇനി RSSകാരും പിണറായിക്ക് വോട്ട് ചെയ്താലും മാർക്സിസ്റ്റുകാർ ഇയാൾക്ക് വോട്ട് ചെയ്യില്ല. അവർ പറയുന്നത് ഇയാളൊന്ന് പോയി കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി തൊലഞ്ഞു പോകുന്ന പറയും. അങ്ങനെ പറഞ്ഞ എത്രയോ സഖാക്കളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഓണാഘോഷമൊക്കെ ഗംഭീരമായിരുന്നു. എന്താ കാരണം അറിയോ? നമ്മൾ എത്ര ദുഷ്ടന്മാരാണെങ്കിൽ ഒരാൾ പിരിഞ്ഞു പോകുമ്പോ ഒരു യാത്രയപ്പ് കൊടുക്കുമ്പോൾ നല്ല കാര്യമല്ലേ പറയുള്ളൂ, ആളൊരിക്കലും ദുഷ്ടനാന്ന് പറയില്ല. ഇന്നലെ പിണറായിക്കുള്ള യാത്രയപ്പായിരുന്നു ഓണാഘോഷത്തിന്റെ സമാപനം. നല്ലോണം ജനങ്ങൾ വന്നാൽ ഇനി മുഖ്യമന്ത്രി ഇനി കാണേണ്ടി വരില്ലല്ലോ എന്നുള്ള സന്തോഷത്തിൽ അടുത്ത ഓണത്തിന് ഇതായിരിക്കില്ല മുഖ്യമന്ത്രി എന്നുള്ള ഉറപ്പ് കാരണം ജനങ്ങൾ നല്ല സ്വീകരണമാണ് ഇന്നലെ കൊടുത്തത്. ഞാൻ മുഖ്യമന്ത്രിയോട് പറയുന്നു, അടുത്ത ഓണം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ആഘോഷിക്കേണ്ടി വരില്ല. ആഗസ്റ്റ് 15 എന്നൊരു തീയതി കലണ്ടറിലുണ്ടെങ്കിൽ ഇനി മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കൊടിയും പൊക്കാൻ പോകുന്നില്ല സെൻട്രൽ സ്റ്റേഡിയത്തിൽ. പക്ഷേ മാന്യമായിട്ട് ഇറങ്ങിപ്പോണെങ്കിൽ ഈ ഗുണ്ടകളെ എത്രയും പെട്ടെന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ കൈക്ക് പണി ഉണ്ടാക്കി വെക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ മുൻപിലും ഇത്തരത്തിൽ KPCCയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ ധർണ നടക്കുന്നുണ്ട്. ഈ ഒരു പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് K. മുരളീധരൻ ആയിരുന്നു. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.